അറിയാം, നമ്മുടെ റെഡ് ക്രോസ് സ്ഥാപകനായിട്ടുള്ള ജീൻ ഹെൻറി ഡ്യൂനന്റ്, അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ജീൻ ജാക്കോസ് ആൻഡ് മേരി ആന്റോനറ്റ്. ഈ രണ്ടുപേരും ആ നാട്ടിലെ ഏറ്റവും സമ്പന്നതയിൽ ജീവിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരാശിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരായിരുന്നു. ആലംബഹീനരായുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക, അതുപോലെ തന്നെ ജയിൽ പുള്ളികളായുള്ള ആളുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടാണ് ഏക മകനായ ജീൻ ഹെൻറി ഡ്യൂനന്റ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിലും ഇത്തരത്തിലുള്ള ഒരു സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുക എന്നുള്ള ഒരു മനോഭാവം വളരുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ ഒരു മെന്റാലിറ്റിയും വളർന്നു. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ അന്നാട്ടിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കാളിയായി. തുടർന്ന് അദ്ദേഹം വലിയ വ്യക്തി ആയതിനു ശേഷം അദ്ദേഹം ബിസിനസ്സിലേക്കും ബാങ്കിങ് രംഗത്തിലേക്കും പ്രവേശിച്ചു. കാരണം പാരൻസ് അത്രമാത്രം ഒരു സമ്പന്നതയിൽ ജീവിക്കുന്നവരായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ബിസിനസ് ആവശ്യാർത്ഥമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിലാണ് അദ്ദേഹം നമ്മുടെ ഈ ഒരു റെഡ് ക്രോസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉദിക്കാനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. സോൾ ഫോർ ഇന്ന യുദ്ധം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ലോകത്ത് അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ യുദ്ധമുഖത്ത് ജീവച്ഛവമായി നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്ത വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതേ മെൻറ്റാലിറ്റിയുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ലോകത്ത് ഇങ്ങനെയൊരു പ്രസ്ഥാനം, മഹനീയമായ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി അതിലേക്ക് കടക്കുന്നത്. നമ്മുടെ വിഷയം വേൾഡ് റെഡ് ക്രോസിൽ നിന്നും ഇന്ത്യൻ റെഡ് ക്രോസിലേക്ക് എത്തിയത് മുതൽ JRCയുമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 1920 കൂടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഡ് ക്രോസ് രൂപപ്പെടുന്നത്. IRCS എന്നുള്ള പേരോട് കൂടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1920 കൂടിയിട്ടാണ്. തുടർന്ന് നമുക്കറിയാം, നമ്മുടെ മാതൃസംഘടനയാണ് IRCS എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ ആ സംഘടന എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് നമ്മുടെ ജൂനിയർ റെഡ് ക്രോസ് അഥവാ വിദ്യാർത്ഥി വിങ്ങായിട്ടുള്ള JRCക്കുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ പലപ്പോഴും പല സെഷനുകളിലും പല ആളുകളും അത് മറന്നുകൊണ്ടുള്ള രീതിയിൽ JRC മാത്രമായിട്ട് സ്വതന്ത്രമായി നിൽക്കുന്നതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ പല കൗൺസിലേഴ്സിനും ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നമുക്കൊരു ബൈലോ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായുള്ള ഒരു ഹാൻഡ് ബുക്കും കാര്യങ്ങളും നമുക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട്, ഒരു സിലബസ് പ്രകാരം നമ്മൾ നടത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഭാരവാഹികളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതായതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഫ്രെയിം വർക്ക് നടത്തി എന്തെല്ലാം ഒരു അക്കാഡമിക് ഇയറിലെ JRC പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് അവരതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു ഹാൻഡ് ബുക്കാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് വിതരണം ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ 2020 മുമ്പ്, അതായത് നമ്മുടെ കൊറോണ കാലഘട്ടത്തിന് മുമ്പ് വരെ വളരെ സജീവമായിട്ട് സ്കൂളിലെ ഏറ്റവും നല്ല യൂണിറ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ജൂനിയർ റെഡ് ക്രോസ്. എന്നാൽ അതിനുശേഷമുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുത്ത കുറച്ച് ഇളവുകൾ അത് പരമാവധി പലരും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ ഒരു നാമമാത്രമായ പ്രവർത്തനമായിട്ട് JRCയെ മാറ്റുകയാണുണ്ടായത്. അതിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരണം. നമ്മളുടെ യൂണിറ്റ് ഇപ്പോൾ നമ്മളെ സ്കൂളുകളിലൊക്കെ നമ്മളോടൊപ്പം മത്സരിക്കുന്ന ഒരുപാട് മറ്റ് സംഘടനകളുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ അവർക്ക് കൃത്യമായ അജണ്ടകളും ചട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ഉണ്ടെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുക, അതിനനുസരിച്ച് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമ്മുടെ ഈ ഒരു ജൂനിയർ റെഡ് ക്രോസ് സ്കൂൾ യൂണിറ്റുകളിലുള്ള പല സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുക്കാൻ പോകാനുള്ളൊരു ഭാഗ്യം കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല സ്കൂളുകളിലെയും കുട്ടികൾക്ക് JRCയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുമ്പോഴേ മറ്റുള്ളവർ നമുക്ക് നൽകൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലാപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ പോലും നമ്മുടെ JRC എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യത പാലിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്ലാപ്പ് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു താളാത്മകത വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാപ്പ്. അത് കൃത്യമായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പലരും അത് അറിയാത്തത് കൊണ്ടായിരിക്കും, ഒരു പക്ഷേ അവർക്ക് കൃത്യമായ അതിൻ്റെ ഒരു മാർഗദർശനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എനിവേ, നമ്മൾ അതൊന്ന് ആദ്യം പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ വേദിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്ത ക്ലാപ്പ് നമ്മുടേതായുള്ള യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ക്ലാപ്പാണ്. പക്ഷെ നമ്മുടെ ഒരു JRCയുടെ ഒരു സദസ്സിൽ വരുമ്പോൾ
അവിടെ നമുക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ട ഒരു ക്ലാപ്പ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ അജണ്ട. അപ്പോൾ ആ ക്ലാപ്പ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മളെല്ലാവരും ഒരു വിദ്യാർത്ഥിയായിട്ട് മാറുക. നിങ്ങളെല്ലാവരും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യം എന്നിൽ ഏൽപ്പിച്ചത് കൊണ്ട് അത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് അറിയാത്തവർക്കായിട്ടാണ്. അറിയുന്ന വളരെ ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്യുന്ന ഒരുപാട് സ്കൂളുകൾ നമുക്കറിയാം. പക്ഷേ പുതിയ ആളുകളോടൊപ്പം നമ്മളും കൂടെ ചേരുമ്പോഴാണ് അവർക്ക് ശക്തി ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ആ ക്ലാപ്പ് ഒന്ന് പഠിക്കാം. നമുക്കറിയാം നമ്മുടെ JRC മുന്നോട്ട് വയ്ക്കുന്ന 3 ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ആരോഗ്യം, സേവനം, സൗഹൃദം. ഈ 3 അല്ലേ? ഇതിൽ ഊന്നിയിട്ടുള്ള കർമ്മ പരിപാടികളാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് IRCS നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ആ ഒരു 3 ലക്ഷ്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ഓരോ കുട്ടിയിലും അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടാകണം എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് ആ ക്ലാപ്പ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ? നമുക്ക് പറഞ്ഞ് നമ്മുടെ 3 ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ ലക്ഷ്യമാണ് ആരോഗ്യം. ആ ആരോഗ്യം എന്നുള്ളത് ഉറക്കെ പറഞ്ഞു ഒരു കുട്ടിയുടെ മാക്സിമം പവർ എടുത്ത് പറയുക എന്നുള്ളതാണ്. ആ ക്ലാപ്പ് കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന എനർജിയെ കുറിച്ചൊക്കെ നമ്മുടെ വാസുമാഷ് നമുക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ആരോഗ്യം എന്നുള്ള ആ വാക്ക് പറയുകയും അതോടൊപ്പം തന്നെ നമ്മൾ വിരൽ 2 തവണ ഞൊടിക്കുകയും ചെയ്യുക. ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്യാപ്പിൽ അടുത്ത സേവനം പറയുന്നതിൻ്റെ ഇടയിലായിരിക്കണം 2 ക്ലാപ്പ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ അതിനുശേഷം വീണ്ടും നമ്മൾ സേവനം പറയുന്ന സമയത്ത് വിരൽ 2 തവണ ഞൊടിക്കുക, ശേഷം 2 ക്ലാപ്പ് ചെയ്യുക, സൗഹൃദം പറയുക, ക്ലാപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു സെറ്റ് ഓഫ് JRC ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്ന സ്കൂളുകളിൽ ആ ക്ലാപ്പ് തന്നെ മറ്റുള്ള ടീച്ചേഴ്സ് ശ്രദ്ധയോടുകൂടി കേട്ട് അതിനൊരു പ്രത്യേക താളാത്മകതയുണ്ട്. അങ്ങനെ 250ഓളം കൗൺസിലേഴ്സ് ഇന്നത്തെ നമ്മുടെ സദസ്സിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 2 സെറ്റായിട്ടാണ് നമ്മുടെ കൗൺസിലേഴ്സ് മീറ്റ് നടത്തിയിരുന്നത്. ഒന്ന് തിരൂർ വെച്ചും ഒന്ന് മഞ്ചേരിയിൽ വെച്ചിട്ടും. അതിൽ LP UP എല്ലാ വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂൾ സെക്ഷനാണ്. നമുക്കാണ് ഇതിൻ്റെ കൂടുതലായിട്ട് കാര്യഗൗരവത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള മേഖല. കാരണം നമ്മളാണ് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിലേക്ക് അവർ എത്തിക്കുന്നവർ. മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് എത്തിക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ. LP ടീച്ചേഴ്സിന് നല്ല രീതിയിലുള്ള അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് UPയിലേക്ക് എത്തിക്കുവാനും UPയിലുള്ള ഒരു കുട്ടിയാണ് നമ്മൾ ഹൈസ്കൂളിൽ എത്തുമ്പം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വരുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം JRCയുടെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ JRC പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തെ വിളിക്കേണ്ടുന്ന പേരെല്ലാവർക്കും അറിയാം അല്ലേ? JRC ടീച്ചേഴ്സ് കൗൺസിലർ എന്നാണ് ചുരുക്കി നമ്മൾ JRC കൗൺസിലർ എന്ന് വിളിക്കും. ആ കൗൺസിലറാണ് ആ സ്കൂളിലെ എങ്ങനെ JRC പ്രവർത്തനം മികവുറ്റതാക്കണം തീരുമാനം. അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ 3 ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ആരോഗ്യം, സേവനം, സൗഹൃദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഹാൻഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വർക്കിൽ അപ്പുറം ഈ വിഭാഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് ജില്ലയിലോ നമ്മുടെ സ്കൂളിനോ ചുറ്റുമുള്ള സ്ഥലങ്ങളിലോ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നേതൃത്വം കൊടുക്കാനും അതുവഴി വളരെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വളർത്തി സത്യസന്ധനായിട്ടുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യേക മതത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തരം താഴ്ത്തിക്കൊണ്ടോ ഇല്ലാതെ സർവ്വ മതങ്ങൾക്കും ഇമ്പോർട്ടൻസ്, സർവ്വലൗകിക സൗഹൃദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുവതയെ വളർത്തിയെടുക്കുക, നമ്മളിലൂടെ പോകുന്ന കുട്ടികൾ അവരവരുടെ സംസ്കാരം ഇതോടൊപ്പം വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നോണം നമ്മളിപ്പോൾ പുതിയ യൂണിറ്റൊക്കെ രൂപീകരിച്ച് നിൽക്കുന്ന സമയമായിരിക്കും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്കാഫിംഗ് സെറിമണിയിലൂടെ നമ്മൾ നടത്താറുള്ളത് അല്ലേ? എല്ലാ സ്കൂളുകളിലും അവരവരുടെ സ്കൂളിലെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സ്കാഫിംഗ് സെറിമണി നടത്തും. കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ അവരുടെ പാരൻസിൻ്റെ ഒക്കെ മുന്നിൽ പാരൻസിനെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പല പാരൻസിനും അറിയില്ല എന്തിനാണ് ഈ കുട്ടി സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രവർത്തന മേഖല ഏതാണെന്ന് അറിയണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ആ സ്കാഫിംഗ് സെറിമണി ദിവസം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ അണിനിരത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവരുടെ പാരൻസിനെ അതിനോടൊപ്പം ചേർത്തുമ്പോഴാണ് ഈ കുട്ടി ഇരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് അവർക്കറിയും. അപ്പോൾ ആ ഒരു സദസ്സിൽ നമ്മൾ ആദ്യം അതിന് മുമ്പായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് JRC ക്ലാപ്പ്. അത് നമുക്ക് ചെയ്താലോ എല്ലാവർക്കും കൂടി? നിങ്ങൾ റെഡിയാണോ? ഓക്കെ, ഞാനത് ഇൻസ്ട്രക്ഷൻ തരാം, നിങ്ങൾ അതുപോലെ ഒന്ന് കീപ്പ് ചെയ്താൽ മതി. ഞാനൊരു ഫുൾ സെറ്റ് ഒരു തവണ ചെയ്യാം, അത് നിങ്ങൾ അതേപോലെ ചെയ്യുക, വളരെ പവർഫുള്ളായിട്ട് ചെയ്യുക. നമ്മുടെ ശബ്ദം ഒരിക്കലും മോശമല്ല. നമുക്കൊരു ഉദാഹരണമായിട്ട് എൻ്റെ ശബ്ദം മോശമാണ്, മറ്റുള്ളവർ അങ്ങനത്തെ ഒരു ഇൻഫീരിയർ ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അതിനേക്കാൾ താഴോട്ട് പോകും. നമ്മൾ പരമാവധി നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഈ വെക്കേഷനിലെ കോഴ്സൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? റീൽസായിട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ ക്ലാപ്പ് ഒന്ന് കൃത്യമായിട്ട് എല്ലാവരും വളരെ പവർഫുള്ളായിട്ട് ചെയ്യുക, അതിന് നമുക്കൊരു എനർജി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാം, അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ക്ലാപ്സ് ഗോ എന്നുള്ളൊരു കമൻറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ആരോഗ്യം,
സേവനം, സൗഹൃദം. ഇതാണ് പലരും ചെയ്യുന്നത്. ആദ്യം ആരോഗ്യം പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യും. അതല്ല നമ്മളുടേത്. ആരോഗ്യം കേൾക്കണം. അപ്പോൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ വരുമ്പം നമ്മുടെ പവറില്ല. അപ്പോൾ ആരോഗ്യം പറയുന്ന സമയത്ത് നമ്മൾ വിരൽ ഞൊടിക്കുക ചെയ്യേണ്ടത്. ആ ഗ്യാപ്പിലാണ് നമ്മൾ ക്ലാപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, JRC ക്ലാപ്സ് ഗോ. ആരോഗ്യം, സേവനം, സൗഹൃദം. ഇതിലിപ്പോൾ എൻ്റെ ശബ്ദം മാത്രമേ വന്നുള്ളൂ. പവർഫുൾ ആയിട്ട് ഞാൻ മൈക്കിലാണ് എങ്കിലും നിങ്ങൾ ഇത്ര ആൾക്കാരും ഈ മൈക്കും തമ്മിൽ നോക്കുമ്പോൾ നിങ്ങളുടെയാണ് പവർഫുൾ ആവുന്നത്. ഇത്ര ആൾക്കാരുടെ ശബ്ദമില്ല. അപ്പോൾ മാക്സിമം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിലൊന്നും ഒരു കോംപ്ലക്സും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒരു കാര്യം പുതുതായിട്ട് പഠിക്കാൻ വന്നതാണ്. മറ്റു ചില കാര്യങ്ങൾ മറ്റു ചിലർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടെ വന്നതാണ് നമ്മളെല്ലാവരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നല്ല വൃത്തിയായിട്ട് ചെയ്യാം. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, JRC ക്ലാസ് ഗോ. ആരോഗ്യം, സേവനം, സൗഹൃദം. വെരി നൈസ്. സിറ്റ് ഡൗൺ. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ അവരത് ഭംഗിയായി ചെയ്തോളും. വളരെ രസകരമാണ് അത് കേൾക്കാൻ. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. നമ്മുടെ മലപ്പുറം ജില്ല മാത്രമല്ല കേരള JRC എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ആ മാതൃകയായുള്ള നമ്മുടെ സംസ്ഥാനത്തിലും പോയി നോക്കി കഴിഞ്ഞാൽ ഓരോ തരം യൂണിഫോമാണ് പലരും യൂസ് ചെയ്യുന്നത്. എല്ലാവരും വൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്, ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട്, സ്കാർഫൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന് അണിയുന്ന രീതികളിൽ പലർക്കും വ്യത്യാസമുണ്ട്. ഇപ്പം ഗേൾസ് ആണെങ്കിൽ ചുരിദാർ 2 ടൈപ്പിലൊക്കെ സ്ലിറ്റ് ഉള്ളതും ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മുടെ ജില്ല ഈ വർഷം കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നമ്മുടെ സബ് ജില്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഇനി അതിൻ്റെ മോഡലിൻ്റെ ഫോട്ടോ വരും. അത് പ്രകാരം നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാഡറ്റ് യൂണിഫോം മറ്റുള്ളതിനൊക്കെ ഇപ്പോൾ NCCക്ക് പാൻറ്റും ഷർട്ടുമാണ്. ബട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ ഗൈഡ്സിനൊക്കെ വരുന്ന യൂണിഫോം എന്ന് പറയുമ്പം അത് സ്ലിറ്റ് ഇല്ലാതാണ് വരുന്നത്. അതുപോലെ കോളർ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഫ്ലാപ്പ് വരുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് പ്രകാരമുള്ള ഒരു യൂണിഫോമാണ് നമുക്കുള്ളത്. അത് കൃത്യമായിട്ട് എല്ലാവരും ഇപ്രാവശ്യം അത് തന്നെ നിർബന്ധമായിട്ടും ആ പാറ്റേണിൽ ആക്കിയിരിക്കണം എന്നുള്ളത് നമ്മുടെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതാണ്. നിർബന്ധമായിട്ടും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. അതിൻ്റെ ഫോട്ടോ 17 സബ് ജില്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തയ്പ്പിക്കാൻ കൊടുക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ വർഷം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം 2024-25 അധ്യയന വർഷത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനം നടത്തിയ സ്കൂളുകൾ നമ്മൾ കണ്ടു. പക്ഷേ നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചത് ലാസ്റ്റ് സമയം എത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും വാർഷിക റിപ്പോർട്ട് കിട്ടുമ്പം ആർക്ക് നമുക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നുള്ള കൺഫ്യൂഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചത് വളരെ തുച്ഛമായ എൻട്രികൾ മാത്രമാണ്, വാർഷിക റിപ്പോർട്ടുകൾ മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലർക്കും നടത്തുവാൻ സാധിക്കാതിരിക്കുക, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കാത്തതിൻ്റെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ബുക്ക് നമുക്ക് ഓരോ കോർഡിനേറ്റേഴ്സും സബ് ജില്ലയ്ക്ക് ഒന്നായിട്ട് നൽകുന്നുണ്ട്. കൂടാതെ ഓരോ ടീച്ചേഴ്സും എന്ത് പ്രവർത്തിക്കുന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഹാൻഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള നമ്മളെ സ്കൂളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന യൂണിറ്റ് ആക്കിയിട്ട് നമ്മുടെ JRC നമുക്ക് മാറ്റാൻ പറ്റണം. എങ്കിലാണ് മറ്റുള്ളവർ പലപ്പോഴും നമ്മളെ തഴയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏകീകരണമില്ല, യൂണിഫോമിൽ വ്യക്തത ഇല്ല എന്നുള്ള. ഒരു കുട്ടി ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ യൂണിഫോം ബോയ്സ് ആരെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയാതെ നമ്മുടെ കൺമുന്നിൽ പെടാത്ത സമയത്ത് ഇൻ ചെയ്ത് നടക്കാറുണ്ടോ? ഇല്ല. അവർക്കതൊരു ഷെയിമാണ്. അപ്പോൾ നിങ്ങൾ പുതിയ യൂണിറ്റിലേക്ക് കുട്ടികളെ എടുക്കുമ്പം അവർക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. 3 വർഷത്തെ ഒരു കോഴ്സാണ് ഇതെന്നും ആ 3 വർഷം ഒരേ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് പോകുന്നവർക്ക് മാത്രമാണ് 10ാം ക്ലാസ്സിലെ ഗ്രേസ് മാർക്കിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അതുമായി ഗവൺമെൻറ് നൽകുന്നുവെങ്കിൽ തിരിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധിപ്പിക്കുകയും അത് കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. കൃത്യമായിട്ട് യൂണിഫോം ധരിക്കാത്തവരെ നിങ്ങൾ തന്നെ അതിൻ്റേതായുള്ള രീതിയിലേക്ക് കുട്ടിക്ക് കറക്ഷന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ പാരൻസിനെ വിളിപ്പിച്ച് അങ്ങനെയുള്ള രീതിയിലേക്ക് കൃത്യത വരുത്തുകയാണെങ്കിൽ ആ സ്കൂൾ കൃത്യമാവും. അങ്ങനെ ഓരോ സ്കൂളുകളും ചെയ്യുന്ന സമയം നമ്മുടെ സബ് ജില്ലയും ഒക്കെ മികച്ച യൂണിഫോം ക്ലാരിറ്റി ഉള്ള സ്കൂളുകളായിട്ട് മാറും. അത്തരത്തിലാവട്ടെ എന്നുള്ളതാണ് ആവശ്യം. അപ്പം അതുമായി ബന്ധപ്പെട്ട് യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ JRCയുടെ ക്ലാപ്പ് എന്തെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ആദ്യത്തെ JRCയുടെ പാഠമാണ് JRC നൽകുന്ന പ്രതിജ്ഞ. നമ്മുടെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന
ഒരു നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനവികത ഉയർത്തി കാണിക്കുന്നതാണ് നമ്മുടെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ നിങ്ങൾ അവരെ കൊണ്ട് ബൈഹാർട്ട് ചെയ്യിക്കണം. അപ്പോൾ നമുക്കറിയാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സോ NCC ഒക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കേൾപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ചില ദിവസങ്ങൾ, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴോ മാസത്തിലൊരിക്കലൊക്കെ ആയിട്ട് അത്തരത്തിലൊരു സെഷൻ വെച്ചുകൊണ്ട് കുട്ടികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരെന്തൊക്കെയും മനഃപ്പാഠമാക്കേണ്ടത് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് തിരിച്ചറിയുകയും ചെയ്യാത്ത കൃത്യമായിട്ട് വരാത്ത കുട്ടികൾക്ക് അതിൻ്റേതായുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പണിഷ്മെന്റ് ഉദ്ദേശിക്കുന്ന അടിയോ മറ്റോ ഇപ്പം നമുക്ക് ഹൈക്കോടതി വീണ്ടും പുതിയ നിയമം വന്നിട്ടുണ്ട്, അടിക്കാൻ പാടില്ല, കുട്ടിയെ അടിച്ചുകൊണ്ട് ആരും നന്നാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ നമ്മുടേതായിട്ട് നമ്മൾ നിൽക്കുന്നത് ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലല്ലല്ലോ, ഒരു കുട്ടിയെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒരുപാട് കുട്ടികളിൽ നിന്ന് കുറച്ച് കുട്ടികളെ നമുക്ക് നൽകിയപ്പോൾ മറ്റു കുട്ടികളെക്കാൾ എന്തൊക്കെയോ പ്രത്യേകതയുള്ള കുട്ടികളായി മാറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെടുത്ത് എത്തുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കർക്കശ സ്വഭാവം കാണിച്ചെങ്കിലേ നടക്കും. നമ്മൾ എല്ലാത്തിനും ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ സ്വഭാവം. പല സ്കൂളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, യൂണിഫോം എക്സാമിന് പോലും യൂണിഫോം അറ്റൻഡ് ചെയ്യാതെ എക്സാം എഴുതിച്ച എന്താ വെച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന നേട്ടത്തിന് കാരണം എന്താ? നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടും 10 മാർക്ക് ഗ്രേസ് മാർക്ക് നമ്മുടെ സംസ്ഥാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലേ. ഈ കൊടുക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, 3 വർഷം തൻ്റെ ഒരുപാട് അവധി ദിനങ്ങളും അല്ലെങ്കിൽ സ്കൂളിലെ പഠന ടൈമൊക്കെ മാറ്റി വെച്ച് പ്രവർത്തിച്ച കുട്ടിക്കുള്ളതാണ് ആ ഗ്രേസ് മാർക്ക് എന്നാണ്. ഇതൊന്നും ചെയ്യാതെ 10ാം ക്ലാസ്സിലേക്കേണ്ടി വരും. നമ്മളെല്ലാവരും ചെയ്യാറില്ല 10ാം ക്ലാസ്സിൽ കൂടി ഒരു പ്രവൃത്തി ചെയ്യിക്കാതിരിക്കില്ല. അങ്ങനെയൊന്നുമില്ല, കുട്ടിയെ കൊണ്ട് യൂണിഫോം ഇടിക്കാം, കൃത്യമായി അവരുടെ പഠനത്തിനെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിക്കാം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവരുടെ ഇതൊരു നിർബന്ധമായ കാര്യമാണെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ വരും. ആ രീതിയിൽ നമ്മുടെ പ്രതിജ്ഞ അവരെ കൊണ്ട് കൃത്യമായി ചൊല്ലിക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ JRCയുടെ ഒരു ചെറിയ ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഡ് ക്രോസ് രൂപപ്പെടുന്നത്, തുടർന്ന് ഇതിൻ്റെ ആവശ്യകത മറ്റ് മേഖലകളിലെ കുട്ടികളിലൂടെ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ലോകത്ത് JRC യൂണിറ്റ് ആരംഭിക്കുന്നത് 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകമഹായുദ്ധം എന്ന് പറയുമ്പം ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് യുദ്ധത്തിൽ പങ്കാളികളാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ആളുകൾക്ക്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സേവനം എത്തിക്കാൻ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കാത്തൊരു സാഹചര്യം വരികയും ഈ സമയത്താണ് വിദ്യാർത്ഥികളായുള്ള ഒരു പറ്റം ആളുകൾ ഇത്തരത്തിലുള്ള റെഡ് ക്രോസിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വസ്തുക്കൾ ശേഖരിച്ച് ഇവർക്ക് എത്തിക്കുന്ന ഒരു പ്രവണത കാണിച്ചത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനം കുറച്ചുകൂടി വിപുലമായ രീതിയിലൂടെ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് തിരിയാം എന്നുള്ളൊരു ധാരണ വരുന്നത്. അങ്ങനെയാണ് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമാകുന്നത്. നമ്മുടെ ക്ലാര ബർട്ടൺ ആണ് അതിൻ്റെ ചുമതല ആദ്യമായിട്ട് അവരിലൂടെയാണ് ആരംഭിക്കുന്നത്. അവർ നേഴ്സായിരുന്നു. കാനഡയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ജൂനിയർ റെഡ് ക്രോസ് രൂപപ്പെടുന്നത്. തുടർന്ന് റെഡ് ക്രോസ് നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം ജൂനിയർ റെഡ് ക്രോസ് വരണമെന്നുള്ള ഒരു നിയമം വരികയും അതിൻ്റെ ഭാഗമായിട്ട് റെഡ് ക്രോസ് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും JRC വന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എത്താൻ കുറച്ച് വൈകിപ്പോയി. 1920 കൂടിയിട്ടാണ് എത്തിയത്. തുടർന്ന് JRC 1925 ഇന്ത്യയിൽ പഞ്ചാബിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഏകദേശം 167ഓളം അധ്യാപക വിദ്യാർത്ഥികൾക്കാണ് ആദ്യമായിട്ട് JRC പ്രവർത്തനങ്ങളുടെ പരിശീലനം നൽകുന്നത്. അവർ അത് അടുത്ത വർഷം 1926 കൂടിയിട്ട് 2700ഓളം വരുന്ന ആളുകൾക്ക് അതിനുള്ള പരിശീലനം നൽകുകയും 3ാമത്തെ വർഷം ആയപ്പോഴേക്കും അത് 3 ലക്ഷത്തോളം വരുന്ന ആളുകളിലേക്ക് JRCയുടെ പ്രവർത്തനം എത്തുകയും ചെയ്തു. അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചാബിൽ നിന്ന് മദ്രാസ്, അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിച്ചു. നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ഒരുപാട് വൈകി. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് അല്ലേ. നമ്മുടെ കേരള രൂപീകരണം നടക്കുന്നത് 1956 അപ്പോൾ അതിനുശേഷമല്ലേ പറ്റൂ. അങ്ങനെ 1957 തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് JRC രൂപീകൃതമായി. ആദ്യത്തെ JRC യൂണിറ്റ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ സെന്റ് ജോർജ് മിഷൻ സ്കൂളിലാണ്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയ പ്രവർത്തനം നമുക്കറിയാം. കാലപ്പഴക്കം കൊണ്ട് വളരെ വൈകി, വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിലും ഇന്ന് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള JRC പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാനം കൂടിയായിട്ട് നമ്മുടെ കേരളം മാറി. കാരണം നമ്മുടെ ഒരു യൂണിറ്റി, നമ്മുടെ ഒരു ഉദാര മനസ്കത അല്ലെങ്കിൽ മാനവികത ഒക്കെ ഇതിനു കാരണം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ സാധിക്കും. 2018 വെള്ളപ്പൊക്ക സമയത്ത്, 2020 കോവിഡ് സമയത്ത്, ഇപ്പം നമുക്ക് 2024 ഉണ്ടായിട്ടുള്ള ചൂരൽമലയിലെ
ഉരുൾപൊട്ടൽ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് തിരിഞ്ഞത് റെഡ് ക്രോസ് വോളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും JRC പ്രവർത്തകരൊക്കെയാണ്. അത്തരത്തിൽ വളരെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ഈ ഒരു യൂണിയൻ നമ്മുടെ സ്കൂളിൽ തഴയപ്പെട്ടു പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പലരും നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും അറിയുന്നില്ല നമ്മുടെ ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പം അത്രമാത്രം നമ്മൾ പ്രവർത്തനങ്ങൾ മികവിച്ച രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്കൂളുകളിൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡ് ബുക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ ആയിട്ട് ഒരാൾ, ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്, ഇവരായിരിക്കും അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിനാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് തൊട്ട് താഴെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് JRC ടീച്ചേഴ്സ് കൗൺസിലറാണ്. അതായത് നമ്മളാണ് അതിന് തൊട്ട് താഴെ വരുന്നത്. ഈ 2 പോസ്റ്റുകൾ മാത്രമേ നമ്മുടെ അധ്യാപകർക്കായിട്ടുള്ളൂ. ഇനി വരുന്നതെല്ലാം ഒട്ടുമിക്കതും കുട്ടികൾക്കാണ്. കുട്ടികളിൽ നേതൃത്വം ഉണ്ടാവണം, നേതൃത്വ പാഠവും വളർത്തിയെടുത്ത് അവരിലൂടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ പ്രസിഡൻ്റായി കണക്കാക്കേണ്ടത് ഒരു മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കാഡറ്റിനെ കണ്ടെത്തണം. അതായിരിക്കണം JRCയുടെ നമ്മുടെ സ്കൂൾ യൂണിറ്റിലെ പ്രസിഡന്റ്. കൂടാതെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരു വൈസ് പ്രസിഡന്റ്, ഇതും കാഡറ്റാണ്. കൂടാതെ ഒരു സെക്രട്ടറി, അതോടൊപ്പം തന്നെ സെക്രട്ടറിക്ക് സഹായകമായിട്ടുള്ള ഒരു ജോയിന്റ് സെക്രട്ടറി, കൂടാതെ നമ്മുടെ സ്കൂളിലെ ട്രഷറർ, നമ്മുടെ സാമ്പത്തികപരമായ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനും അത് കൃത്യമായി സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ട്രഷറർ വേണം. നമ്മൾ സൂക്ഷിക്കണം, അതോടൊപ്പം കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം അവർക്ക് നമ്മൾ ആ ക്യാഷ് പല രീതിയിൽ വിനിയോഗിക്കും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് കുട്ടികളിൽ നിന്നൊരു ട്രഷററെ തിരഞ്ഞെടുക്കുന്നത്. അവരെ കയ്യിൽ നമ്മൾ സാമ്പത്തികം ഏൽപ്പിക്കേണ്ടതില്ല, അതിൻ്റെ ചെലവുകളും വരവുകളും കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രഷറർ ഉണ്ടായിരിക്കണം. കൂടാതെ ഇതിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ട് 6 പേരെ തിരഞ്ഞെടുക്കണം. നമ്മുടെ കാഡറ്റ്സിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള 6 കാഡറ്റുകൾക്ക് നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നുള്ള പദവി കൊടുത്ത് അവരെ അതിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമാക്കണം. കൂടാതെ അധ്യാപകരായിട്ട് 2 പേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അവർക്ക് ചുമതലയൊന്നുമില്ല, എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള രീതിയിൽ 2 അധ്യാപകർ. കാരണം നമ്മൾക്ക് പലപ്പോഴും പല സമയത്തും ഇതിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. സോ എക്സിക്യൂട്ടീവ് മെമ്പർ, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവരും അറിയണം, പൊതുജനം അറിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു 2 എക്സിക്യൂട്ടീവ്സ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ വെക്കുന്നത്. കൂടാതെ നമ്മുടെ സ്കൂളിലെ PTA MPTA മെമ്പേഴ്സ്, പ്രസിഡന്റ് 2ൻ്റെയും പ്രസിഡന്റുമാരുണ്ടായിരിക്കണം. കൂടാതെ അവരിൽ നിന്ന് താല്പര്യപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ് രൂപീകരിച്ച് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ എല്ലാ മെയിൻ പ്രധാന കാര്യങ്ങളും അതിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ സ്കൂൾ മൊത്തം അറിഞ്ഞ രീതിക്കായി. പിന്നെ നമ്മൾ ആരെയും അറിയിച്ചില്ല എന്നുള്ള പരാതികളോ ഒന്നും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല, സ്കൂളിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു കമ്മിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു മന്തിൽ തന്നെ രൂപീകരിക്കണം. കൂടാതെ നമ്മൾ JRC ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഒരു അപേക്ഷാ ഫോം കൊടുത്ത് ഒരു കൃത്യമായ രീതിയിലേക്കുള്ള ഒരു വെൽ പ്ലാൻഡ് ആയുള്ള ഒരു അസോസിയേഷൻ എന്നുള്ള ബോധം കുട്ടിക്ക് ഉണ്ടാവാൻ ആദ്യം നമ്മൾ വെറുതെ ചേർക്കുന്നതിന് പകരം അവർക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നമ്മുടെ ഹാൻഡ് ബുക്കിലുണ്ട്, പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അതിൽ അവരുടെ രേഖകളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് നമുക്ക് തിരിച്ചേൽപ്പിക്കാം. അതോടൊപ്പം പാരൻസിൻ്റെ ഒരു സമ്മതപത്രവും ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, സ്കൂളിലെ എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും കുട്ടിയെ പങ്കാളിയാക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പാരൻസ് ഒഴിവുള്ള ദിവസങ്ങൾ വിളിക്കുമ്പം ഒരുപാട് എക്സ്ക്യൂസസ് നമ്മളടുത്ത് പറയും. അത് ഒഴിവാക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കും. അവർ സൈൻ ചെയ്ത് തന്ന പേപ്പർ നമ്മളടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പം അത്തരത്തിലുള്ള ഒരു അപേക്ഷാ ഫോം കുട്ടികൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങിക്കുക. അതൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു ആധികാരികതയാണ്, മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം പാരൻസിൻ്റെ സമ്മതപത്രം. പലരും ഇപ്പോൾ ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൽ SPC സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ എല്ലാ റാങ്ക് ലിസ്റ്റിലും മുകളിൽ വന്നൊരു കുട്ടിയുടെ പാരൻറ്റ് സമ്മതിച്ചു ആദ്യം, പിന്നീട് ലാസ്റ്റ് മൊമെൻറ്റിൽ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ അതിന് കൊടുക്കുന്ന എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അവർ യൂണിഫോമിനും മറ്റതിനൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് പറഞ്ഞപ്പം അത് പറ്റൂല എന്നുള്ള രീതിയിൽ ഉമ്മ തന്നെ വിളിച്ച് പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ പരിപാടിയുടെ സെലക്ഷൻ്റെ അന്ന് ഉപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് ഉമ്മ, ഞാൻ അറിയാതെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അവർ പൂരിപ്പിച്ച് തന്ന സമ്മതപത്രം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു ആധികാരികമായുള്ള രേഖയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. JRC പ്രതിജ്ഞ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ JRCയുടെ പരിപാടികൾക്ക് ഔദ്യോഗികമായുള്ള പരിപാടിയാണെങ്കിൽ നമുക്കൊരു പ്രയർ, നമ്മുടെ ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്. ആ പ്രാർത്ഥനാ ഗീതം ഒന്ന് കേൾപ്പിക്കുക, അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. അത് ചില ആളുകൾ നൃത്താവിഷ്കാരമായിട്ട് ചില സ്കൂളുകളിൽ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടേതായുള്ള ഓരോ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് കൗൺസിലറുടെ ഉത്തരവാദിത്തോടു കൂടിയിട്ട് ഏത് രീതിയിൽ അവതരിപ്പിക്കാം. നമുക്ക് ആ ഒരു പ്രാർത്ഥനാ ഗീതം ഒന്ന് കേൾക്കാം. എല്ലാവരും അത് കേൾക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കൈവശമൊക്കെ അത് ഉണ്ടായിരിക്കും. നമ്മുടെ സ്കൂളിലെ പരിപാടികൾ അത് നമ്മൾ കുട്ടികളെ കൊണ്ട് ആലപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ടോ കുട്ടികൾക്ക് ആ ഒരു അറിവ്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം പവിത്രമായ
സമാധാനകാംക്ഷികളായിട്ടുള്ള ഒരു വിഭാഗമാണ് JRC അല്ലെങ്കിൽ റെഡ് ക്രോസ് എന്നുള്ളത്. അത്രമാത്രം നല്ല രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ വാക്കുകളാവട്ടെ, അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന രാഗമാവട്ടെ ഒക്കെ വളരെയധികം സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ഒരു 1.5 മിനിറ്റിനകത്തുള്ളൊരു പാട്ടാണ്. അത് നമുക്ക് എപ്പോഴും പ്ലേ ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടിയാണ് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിന് മുമ്പുള്ള നമ്മുടെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ മോഹൻജിയും വാസുമാഷും ഒക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതലായ കാര്യങ്ങളിലേക്കൊന്നും തിരിയുന്നില്ല. നമ്മുടെ സമയവും അതിക്രമിച്ചതാണ്. നമുക്ക് 1 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സെഷൻ തീർത്ത് ഫുഡ് കഴിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് തരികയാണ്. എന്തെങ്കിലും JRCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തരാവുന്നതാണ്. രജിസ്ട്രേഷൻ നടത്തുന്നത് അത് സ്കൂൾ റിന്യൂവൽ ചെയ്യലാവട്ടെ, പുതിയ സ്കൂളിലെ രജിസ്ട്രേഷൻ ആവട്ടെ, കുട്ടികളെ നമ്മൾ കാഡറ്റുകളെ എൻറോൾ ചെയ്യുന്നതാവട്ടെ, ഇതിനൊക്കെ നമുക്ക് സമയം തന്നിരിക്കുന്നത് ടീച്ചർ പറയും. എങ്കിലും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് പറയുകയാണ്. ഈ 14-ാം തീയതി മുതൽ 24-ാം തീയതി വരെ എന്നുള്ളതാണ് നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. സോ അതിന് മുമ്പ് നിങ്ങൾ കുട്ടികളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യണം. കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ, അവരുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സെലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അത് നാളെ തന്നെ അടുത്ത ദിവസം തന്നെ നടത്തുകയും അവരുടെ ഡീറ്റെയിൽസ് ക്ലാസ് ടീച്ചേഴ്സ് മുഖേന കൃത്യമായിട്ട് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടപ്പെട്ട പ്രകാരമുള്ള സ്പെല്ലിംഗ് ഒക്കെ ആയിരിക്കും കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് 10ാം ക്ലാസ് എത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് നമ്മുടെ C ലെവൽ സർട്ടിഫിക്കറ്റ് പലപ്പോഴും പ്രിന്റ് ചെയ്ത് വരാത്തത്. കാരണം നമ്മുടെ സ്കൂളിൽ ഇത്രയും കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വീണ്ടും നമ്മൾ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് ടൈപ്പ് ചെയ്ത് ശരിയാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് റൈറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് ഇല്ലാതാവാൻ പോവുകയാണ്. നമ്മുടെ കോർഡിനേറ്റർ അതിനൊക്കെ കർശനമായ രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത് ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ കുട്ടികളുടെ സെലക്ഷൻ നടത്തിയവരാണ് ഒട്ടുമിക്ക ആളുകളും, പല കൗൺസിലേഴ്സും നടത്തിയിട്ടുണ്ട്. നടത്താത്തവരത് നാളെയെങ്കിലും നടത്തിയിട്ട് അതിലെന്ത് ചെയ്യുക, ആ കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക കൃത്യമായിട്ട്. അത് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന അന്ന് തന്നെ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 2-3 മണിക്കൂർ ഇന്ന് ചെയ്യാവുന്ന ഡ്യൂട്ടിയേ ഉള്ളൂ. പലപ്പോഴും അത് നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് 2-3 ദിവസം എടുത്ത് ചെയ്യുന്നത് മാത്രം. എനിവേ വളരെ കുറഞ്ഞ ഡാറ്റകൾ മാത്രമേ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാനുള്ളൂ. അത് വെച്ചുകൊണ്ട് അത് എൻ്റർ ചെയ്തിട്ട് കൃത്യമായിട്ട് പോവുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ കൃത്യത പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ചേഞ്ച് നമ്മളിൽ നിന്ന് തന്നെ ആവട്ടെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ മാറാതെ നമ്മളിതിന് എക്സ്ക്യൂസ്. ഇപ്പം തിരൂര് വെച്ച് നടന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിക്ക് എൻ്റെ അടുത്ത് നമ്മുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷഫ്ന ടീച്ചർ വിളിച്ച് ഞങ്ങൾ എന്നും കോൺടാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 500 പേരെ വേണമെന്നാണ് പറഞ്ഞത്. 300 പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് 500 ആക്കിയിട്ടാണ് എൻ്റെ ഗ്രൂപ്പിൽ അറിയിച്ചത്. കാരണം അപ്പോഴാണ് ഒരു 300-ലേക്കെങ്കിലും എത്തുള്ളൂ എന്നുള്ളത്. വളരെ നല്ല രീതിയിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമുക്കന്ന് കാണാൻ സാധിച്ചു. എനിക്ക് എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് വളരെ അഭിമാനമാണ്. എല്ലാ കൗൺസിലേഴ്സും എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ അറിവേ മാത്രമേ ഉള്ളതുകൊണ്ട് പറയുകയാണ്. നമ്മൾ കൂടെ അതിന് ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പറ്റൂല എന്ന് പറയുന്ന ആളുകളൊന്നുമില്ല. എന്നാൽ അതേസമയം ചില ആളുകൾ ഒരു തൊട്ടടുത്ത സബ്ജക്റ്റിലുണ്ട് പോലും ഒരു കുട്ടിയെ പോലും കൊണ്ടുവരാതെ വന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനേക്കാൾ വലിയ തോന്നൽ വരികയാണ്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, നമ്മുടെ സ്കൂളിൽ 100 കുട്ടികളെ പങ്കെടുപ്പിച്ചത്. 100 കുട്ടികൾ നിർബന്ധമായി വരണം എന്നുള്ളത് പറഞ്ഞ് 100 കുട്ടികൾ വന്നാൽ ടീച്ചർ കണ്ടതുമാണ്. അപ്പോൾ പല സ്കൂളുകൾ അങ്ങനെ വന്നു. 50, 60, 70 കുട്ടികളെ കൊണ്ട് വന്നു. പെരുമഴയായിരുന്നു അന്ന്. ആ മഴയത്ത് ഞങ്ങൾ നടന്നുപോയി. അതിൻ്റെ ഭവിഷ്യത്തായിട്ട് കുറച്ച് ചീത്തകളൊക്കെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തൊക്കെ കേട്ടു. അതൊക്കെ ഞാനത് സ്വകാര്യമായിട്ട് മൂടി വെച്ചു. കാരണം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരത് അറിയിക്കുന്ന പരിപാടിയുടെ ഭംഗി മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ റെഡിയാവും. ആ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന അല്ലെങ്കിൽ JRCയുടെ ഒപ്പം എത്താൻ ഇനിയും ഒരു ബഹുദൂരം മുന്നോട്ട് ഓടേണ്ടതെന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ മറ്റു യൂണിറ്റുകൾക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോ കൗൺസിലേഴ്സും കർമ്മനിരതരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്കൂൾ കൗൺസിലറാണ്, അതോടൊപ്പം തിരൂർ സബ് ജില്ലയിലെ കോർഡിനേറ്റർ കൂടിയാണ്. ഞാനിത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്ക് ഒരു അവസരം തന്നതുകൊണ്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ ഒരാളായിട്ട് മാത്രമേ എന്നെ കൺസിഡർ ചെയ്യാവൂ എന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ഗീതം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥന. പിന്നെ അറ്റൻഷൻ എന്ന് പറയുന്ന പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അത് പലർക്കും അറിയില്ല. അറ്റൻഷൻ്റെ പോസ്റ്റർ എന്താണെന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് അറ്റൻഷൻ, സ്റ്റാൻഡേർഡീസ്, അറ്റൻഷൻ, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതൊരു കൃത്യത ഉള്ളതാണ്. കുട്ടികൾ ലൈനപ്പ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂളാണെങ്കിൽ 10 കുട്ടികൾ വീതം ലൈനായിട്ട് നിൽക്കാൻ അടുത്ത് നിർദ്ദേശം അവരോട് വന്ന് നിൽക്കും.
പിന്നെ ലൈനാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ കുട്ടികൾക്കും ഗ്രൂപ്പ് ലീഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ 10 പേർക്കും. ആ 10 പേരുടെ മുന്നിൽ അവർ ബാക്കിൽ ഒരു അണിനിരക്കും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കാര്യം സെറ്റാവും. മറ്റേ നമ്മളിങ്ങനെ എന്നും ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ നേരം ഉണ്ടാവും. കുറേ ടൈം അങ്ങനെ പോകും. ഒരു പീരീഡ് ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കൃത്യതയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിലെ നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും. ആ രീതിയിലേക്ക് എല്ലാവരുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്.